കേരളത്തിന്റെ കാർഷിക മേഖല കർഷകരുടെ ശവപ്പറമ്പായി മാറിയെന്ന് KPCC പ്രസിഡന്റ് സുധാകരൻ MP. കർഷകരെ കരിച്ചു കളയുന്ന സൂര്യനാണ് പിണറായി വിജയനെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. വിളകളുടെ വിലയിടിവും കൃഷിനാശവും കാരണം കർഷകർ നട്ടംതിരികയാണ്. ഇതിനിടെയാണ് വന്യമൃഗശല്യവും ജപ്തി ഭീഷണിയും. രാജ്യത്തെ കാർഷിക മേഖലയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതിക്കൊടുത്തത് BJP സർക്കാരാണ്. ഈ നയങ്ങളാണ് രാജ്യത്തെ കർഷകരെ തകർക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. 12 കർഷകരാണ് ഒരു മാസത്തിനിടെ കേരളത്തിൽ ജീവനൊടുക്കിയത്. ഇങ്ങനെയൊന്നും മുമ്പ് കേട്ടിട്ടില്ല. കണ്ണൂരിൽ 4 കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. കണ്ണൂരിലെ നവകേരള സദസ്സിലെ ആദ്യ കുറിപ്പുകളിലൊന്ന് ഇരട്ടിയിലെ സുബ്രഹ്മണ്യൻ എന്ന കർഷകന്റെ ആത്മഹത്യാക്കുറിപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലിരിക്കുന്ന കേരള കോൺഗ്രസ് അതിന് ശ്രമിക്കുന്നില്ല. ക്ഷേമ പെൻഷനും കർഷക പെൻഷനുമെല്ലാം മുടങ്ങിയിട്ട് മാസങ്ങളായി എന്നും സുധാകരൻ വിമർശിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ദുർച്ചെലവുകളെല്ലാം മുറ പോലെ നടക്കുന്നുണ്ട്. എന്താണ് മുഖ്യമന്ത്രി ജനങ്ങൾക്കു വേണ്ടി ചെയ്യുന്നതെന്ന് വ്യക്തമാക്കണമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. വന്യമൃഗശല്യത്തിന് പരിഹാരമുണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, അടിക്കടി കൂടി വരികയേ ചെയ്യുന്നുള്ളൂ. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാമെങ്കിലും നിബന്ധനകൾ കർശനമാക്കിയതിനാൽ നടപ്പാകാൻ പോകുന്നില്ല. വിളകളുടെ വിലയിടിവും വിളനാശവും കാരണം വായ്പയെടുത്ത പണം തിരിച്ചടക്കാനാകാതെ വലയുകയാണ് കർഷകർ. അവർക്ക് മുന്നിൽ ബാങ്ക് ജപ്തി നടപടികൾ തുറച്ചു നോക്കുമ്പോൾ ആശങ്ക പെരുകുകയാണ്. കുറച്ചു കാലമായി കുടിയിറക്കത്തിന് ആക്കം കൂടിയിരിക്കുകയാണ്. പലരും കൃഷിയിടം വനമേഖലയായി വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിലും മതിയായ നഷ്ടപരിഹാരം കിട്ടാത്തതിനാൽ അതിനു കഴിയുന്നില്ല. വിദേശത്തു പോയി ജീവിതം കരക്കടുപ്പിക്കാനുള്ള സാഹചര്യം പഴയതുപോലുമില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കഴിഞ്ഞ ദിവസം കളക്ട്രേറ്റിന് മുന്നിൽ കർഷകർ നടത്തിയ സമരത്തിൽ കർഷകർ രോഷം അണിപൊട്ടിയിരുന്നു. ആയിരക്കണക്കിന് കർഷകരാണ് ഇതിൽ പങ്കെടുത്തത്. പൊതുവെ സമരത്തിൽ പങ്കെടുക്കാൻ വിമുഖത കാണിക്കുന്നവരാണ് കർഷകർ. എന്നാൽ നേരെ മറിച്ചായിരുന്നു സമരത്തിൽ കണ്ട കർഷകരുടെ ഈ പങ്കാളിത്തത്തിലൂടെ വ്യക്തമായത്. സംസ്ഥാനത്ത് തുടർച്ചയായി കർഷക ആത്മഹത്യ ചെയ്യുമ്പോഴും ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. കടക്കെണി കാരണം സമീപകാലത്തായി ആത്മഹത്യ ചെയ്ത 3 കർഷകരുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കാമെന്നുള്ള ഒരു നടപടിയും ഇപ്പോൾ എടുത്തിട്ടില്ല. നവകേരള സദസ്സിലടക്കം കുടുംബങ്ങൾ പരാതി നൽകിയിരുന്നു. എന്നിട്ടും അനുകൂലമായ നീക്കം പോലുമില്ലെന്നും കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന കർഷക ആത്മഹത്യകൾക്ക് കാരണമായ ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. പരിഹാര നടപടികൾ കൈക്കൊള്ളാനും സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ കർഷക ആത്മഹത്യകൾ വർദ്ധിക്കാനും ഇനിയും സാധ്യതകൾ ഏറെയാണ്.